ഹായ്, എല്ലാവർക്കും മലയാളി സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന യൂട്യൂബ് ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ പ്രോഗ്രാമിംഗ് എങ്ങനെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഐപാഡ്, ടാബ്ലറ്റ് തുടങ്ങിയ ഡിവൈസുകളിൽ നമുക്ക് എങ്ങനെ ആർ പ്രോഗ്രാമിംഗ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ കുറേ ആളുകളുടെ സംശയം എന്ന് പറയുന്നത് ആർ പ്രോഗ്രാം പഠിക്കണമെങ്കിൽ എനിക്ക് കമ്പ്യൂട്ടർ ഇല്ല, അതല്ലെങ്കിൽ ഈ ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് ഫെസിലിറ്റി കിട്ടുന്നില്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാണ് ഈ പറയുന്ന ആർ പ്രോഗ്രാമിംഗ് വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം പഠിക്കാൻ സാധിക്കുക എന്നത്. ഓക്കെ, അവർക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഫോണും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയും ഉണ്ടെങ്കിൽ നമുക്കും തീർച്ചയായിട്ടും ആർ പ്രോഗ്രാമിംഗ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കാനും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ പ്രോഗ്രാമുകളും അതിൽ തന്നെ ചെയ്തു നോക്കുവാനും സാധിക്കും. ഓക്കെ, അതെങ്ങനെയാണ് നമുക്ക് ഇന്ന് ചെയ്ത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമ്മൾ അവർ ടൈപ്പ് ചെയ്യേണ്ട കോഡ് എന്ന് പറയുന്നത് ആർ കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, ആർ കമ്പൈലർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ആർ പ്രോഗ്രാമിംഗ് കമ്പൈലേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആർ പ്രോഗ്രാമിംഗ് കമ്പൈലേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ റൺ ചെയ്യാൻ കൊടുക്കുന്നു. അത് റൺ ചെയ്യാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു വിൻഡോ കാണും. ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അത് അൺഇൻസ്റ്റാൾ ചെയ്തു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ആക്ച്വലി ഇങ്ങനെയായിരിക്കും ആദ്യം കാണുന്നുണ്ടാവുക. അപ്പോൾ അതിൽ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ ഒരുപാട് വലിയ സ്പേസ് ഒന്നുമില്ല, ആകെ 6.69 MB ആണ് ആ കൂടി ഫയൽ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുതിയ ഫോണുകളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഒരു ഫോട്ടോയുടെ സ്പേസ് മാത്രമേ ഈ പറയുന്ന പർട്ടിക്കുലർ ആപ്പിന് വരുന്നുള്ളൂ. ഓക്കെ, ഈ ആപ്പിൻ്റെ സ്ക്രീൻഷോട്ടുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ആപ്പിൻ്റെ ഉള്ളിൽ ഫങ്ഷൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഒരു സാമ്പിൾ സോഴ്സ് ആണ് ഈ എടുക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്ലോട്ടുകളെല്ലാം നമുക്ക് ഇതുപോലെ പ്ലോട്ടുകൾ വരയ്ക്കാൻ സാധിക്കും. ഓക്കെ, കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്സ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഔട്ട്പുട്ട്, ഓക്കെ, കൺസോളല്ല, അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ടിന് വേറൊരു വിൻഡോ ഉണ്ടായിരിക്കും, ഇൻപുട്ടിന് വേറെ വിൻഡോ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ പിന്നെ അതിൽ തന്നെ നമുക്ക് മാനുവലി കുറേ കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ അതിൽ പാക്കേജസ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരുപാട് പാക്കേജസ് ഉണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് പാക്കേജസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനും നമുക്ക് പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് പുതിയ പാക്കേജ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ പെയ്ഡ് വെർഷൻ മേടിക്കേണ്ടി വരും. പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്ക് ചെയ്യാൻ ഇതിൻ്റെ ഫ്രീ വെർഷൻ ധാരാളമായിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്കിത് ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ ബാക്കിലോട്ട് പോയി നോക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാനത് ചെയ്യുന്നു, അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഒരു വിൻഡോ ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ അവർ കാണിക്കുന്നത് പ്രിൻറ്റ് ഹലോ വേൾഡ് പോലെ സാമ്പിളായിട്ടൊരു പൈ ചാർട്ട് വരയ്ക്കുന്നത് എങ്ങനെ, അങ്ങനെ കുറച്ച് കോഡുകളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ജസ്റ്റ് റൺ ചെയ്യാനായിട്ട് എൻ്റെ ഈ ഗ്രീൻ കളർ കണ്ടോ, ഈ ഞാൻ ഞെക്കി പിടിച്ചിട്ട് ഞാൻ പ്രസ് ചെയ്തിട്ടുള്ളത് ഗ്രീൻ കളറിലാണ്. ഈ ഗ്രീൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൺ എന്ന് വരും. ഓക്കെ, അപ്പോൾ അവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയും, അവരത് കമ്പൈലിംഗ് എന്ന് എഴുതി കാണിക്കും. ഓക്കെ, അപ്പോൾ കമ്പൈൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവരത് ഹലോ വേൾഡ് എന്ന് എഴുതി കാണിച്ചു. അതാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതായത് ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ട് അങ്ങനെയാണ്. ഇത് നമ്മൾ പെയ്ഡ് അല്ലാത്തത് കൊണ്ട് ഇതിൽ പരസ്യങ്ങളൊക്കെ എപ്പോഴും വരും, അത് സൂക്ഷിക്കുക. കണ്ടോ, എപ്പോൾ വേണമെങ്കിലും പരസ്യങ്ങൾ വരും. അപ്പോൾ അത് നമ്മളത് ക്ലോസ് ചെയ്താൽ മതി. ഇനി ഇതാ നമ്മുടെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൈ ചാർട്ട് പ്ലോട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിത് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. വാട്സപ്പ് അല്ലെങ്കിൽ മെയിലോട്ടോ എങ്ങനെ വേണമെങ്കിലും ഇത് ഷെയർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ ഇനി നോക്കാൻ പോകുന്നത് നമ്മുടെ ചെറിയതായിട്ടൊരു പ്രോഗ്രാമൊക്കെ ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് മൊത്തം സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെലക്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ, അപ്പോൾ ഞാനിത് മൊത്തം സെലക്ട് ചെയ്യുന്നു. ഇത് ഞാൻ മൊത്തം ഒന്ന് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അത് മൊത്തം സെലക്ട് ചെയ്തു. ഓക്കെ, അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, അതിനെ ക്ലിയർ ചെയ്തു. അതിന് ശേഷം ഞാൻ ചെയ്യാൻ പോകുന്നത് എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂവിലോട്ട്, വേരിയബിളിലോട്ട് എനിക്ക് സ്റ്റോർ ചെയ്യണം. അപ്പോൾ സ്റ്റോർ ചെയ്യണമെങ്കിലുള്ള കോഡ് നമുക്കറിയാം, എക്സിനോട്ട് ഈ പറയുന്ന പോലെ ഇത് അസൈനിങ് ഓപ്പറേഷൻ ഇവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്കിത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ സിമ്പിൾസും അവിടെ കിട്ടും. അപ്പോൾ അത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ എക്സിലോട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്താണ്, സി, ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഓക്കെ, ആ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ചെയ്യുന്നു വരുന്നുണ്ട്. 1 എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, കോമ ഇട്ടു. അതിനുശേഷം 2 എന്ന് ടൈപ്പ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ കോമ ഇട്ടു. ഞാൻ 3 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവിടെ റൺ ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവിടെ കമ്പൈലിംഗ് എന്ന് എഴുതി കാണിച്ചു. ഓക്കെ, അത് കമ്പൈൽ ചെയ്തു. ഔട്ട്പുട്ട് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇത് കണ്ട് നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല.
ഓക്കെ, ഔട്ട്പുട്ട് ഒന്നും കാണിക്കുന്നില്ല. ഇത് കണ്ട് നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ബാക്ക് അടിക്കുന്നു. കാരണം നമ്മളൊരു ഇൻപുട്ടിലോട്ട് വാല്യൂ മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഔട്ട്പുട്ടിൽ എന്താണ് കാണിക്കേണ്ടതെന്ന് നമുക്ക് കൊടുത്തിട്ടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എക്സിലോട്ട് സ്റ്റോറിങ് നടന്നിട്ടുണ്ട്. ഔട്ട്പുട്ട് എന്താണെന്ന് കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് എന്ന് റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഔട്ട്പുട്ട് വരും. ഓക്കെ, മാത്രമല്ല ഇനി എക്സിൻ്റെ സ്ക്വയർ ആണ് എനിക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ക്യൂബാണ്, അല്ലെങ്കിൽ x+4 എന്ന് ഞാൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ കോഡുകളും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ x+4 എന്ന് വേണ്ടി റൺ ചെയ്ത് നോക്കുമ്പോൾ എല്ലാ വാല്യൂസിനോടും കൂടിയിട്ട് എനിക്ക് 4 ആഡ് ചെയ്തിട്ടുള്ള എൻ്റെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ആറിൻ്റെ എല്ലാവിധ കാര്യങ്ങളും, ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറയുന്ന ഈ കമ്പൈലർ വെച്ചുകൊണ്ട്, ആർ പ്രോഗ്രാമിംഗ് കമ്പൈലർ എന്ന് പറയുന്ന ഈ ഒരു കമ്പൈലർ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് എടുക്കാൻ ഉദ്ദേശിച്ചത്. കാരണം പുതിയൊരു കോഡ് നമുക്ക് ഇൻപുട്ട് കൊടുക്കണമെങ്കിൽ, അതുപോലെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള എടുക്കണമെങ്കിൽ ഓപ്പൺ, അതുപോലെ അത് സേവ് ചെയ്യാം, പുതിയതായിട്ട് സേവ് ചെയ്യണമെങ്കിൽ സേവേഴ്സ്, ക്ലിയർ ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് റെഫറൻസ്, പാക്കേജസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും എടുക്കുന്നുണ്ട്. അപ്ഗ്രേഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് വെർഷൻ നമുക്ക് മേടിക്കാൻ സാധിക്കും. ഞാൻ ഇതിൻ്റെ പാക്കേജസിലോട്ട് പോവുകയാണ്. ഇത്രയും പാക്കേജസ് ഓൾറെഡി ഇതിൽ ഇൻസ്റ്റാൾഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. ഓക്കെ, ഇനി പുതിയ പാക്കേജസ് വല്ലതും വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലോട്ട്, ഓക്കെ, പുതിയ പാക്കേജസ് എന്തെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ അവർ കാണിക്കും അത് അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ പറയുന്ന പോലെ പുതിയ പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇംപിൾട്ട് ആയിട്ടുള്ള എല്ലാ പാക്കേജസും നമുക്കിവിടെ യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇനി ഇതിൽ നമ്മൾ ഈ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് റെഫറൻസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ക്വിക്ക് ഇൻട്രോ എന്ന് പറഞ്ഞിട്ട് റെഫറൻസ് എടുക്കുന്നുണ്ട്. ഇതിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, നമ്മുടെ CSV ഫയലും എല്ലാത്തിലും ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. പ്ലോട്ടിങ്ങും അങ്ങനെ എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള വേരിയബിൾ അസൈൻമെൻറ്റ്സ്, പ്ലോട്ടിങ്, ഇതിനെ പറ്റിയിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ടീഷൻ ലൂപ്പിംഗ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ യൂസ് ചെയ്യാം, ലൂപ്പ് എങ്ങനെ യൂസ് ചെയ്യാം, ഫോർ ലൂപ്പ് കൊടുക്കുന്നത്, അതുപോലെ പ്ലോട്ടിംഗ് എന്ന് കൊടുക്കുമ്പോൾ ലൈൻ പ്ലോട്ട്, പൈ ചാർട്ട്, അതിൻ്റെ വീഡിയോസ് എല്ലാം അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ 6 പഠിക്കാൻ അത്യാവശ്യമായിട്ട് നമുക്ക് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അവർ ഈ പറയുന്ന ഈ ഒരു ആപ്പ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഒരു പർട്ടിക്കുലർ ആപ്പ് മാത്രമാണ്, ഇതുപോലെ ഒരുപാട് ആപ്പുകളുണ്ട്. അപ്പോൾ ഈ ആപ്പ് എനിക്ക് ഉപയോഗിച്ച് നോക്കിയപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾക്കത് പരിചയപ്പെടുത്താം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കി നോക്കുക, ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ കയ്യിൽ ഒരു 6ൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനും ചെയ്ത് പഠിക്കാനും എല്ലാവർക്കും സിസ്റ്റം ഇല്ലാത്തവർ 6 പഠിക്കാതിരിക്കേണ്ട, അവർക്ക് ഈ പറയുന്ന ഒരു ആപ്പ് വളരെ ഉപകാരമുള്ളതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ സെഷൻ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.